ഹായ്, നമുക്ക് ഉച്ചയൂണിൻ്റെ പരിപാടിയൊക്കെ നോക്കിയാലോ. അപ്പോൾ ഇന്ന് നമ്മൾ പയർ തോരനും അതുപോലെ തന്നെ മോര് കാച്ചിയതും കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് പയറിനെ ഒന്ന് കുതിരാനായിട്ട് വെക്കാം. അപ്പോൾ ഒന്ന് കഴുകി വാരി നമുക്ക് കുതിരാനായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് പയറിന് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ പൊളിച്ചെടുക്കാം കേട്ടോ. ഇത് ഞാൻ ഇതുപോലൊരു പാത്രത്തിലേക്ക് എല്ലാ സാധനത്തിൻ്റെയും തൊലിയും ഈ വേസ്റ്റൊക്കെ ഇടുന്നത്. അതാകുമ്പോൾ നമുക്കുണ്ടല്ലോ പണിയെല്ലാം കഴിഞ്ഞ് പിന്നെ അതിൽ നിന്ന് അടുക്കളയിൽ നിന്ന് വാരാനായിട്ടൊന്നും നിൽക്കണ്ട. ഈ പാത്രത്തിൽ തന്നെ വെച്ചാൽ അത് അതേ ഇവിടെ കൊണ്ട് എന്തെങ്കിലും ചെടിയുടെ ചുവട്ടിലൊക്കെ ഇടാം കേട്ടോ. അതുകൊണ്ട് ഇങ്ങനെ ഒരു പാത്രത്തിലാണ് ഞാൻ വെക്കുന്നത്. പിന്നെ ഞാൻ ഇന്നൊരു പ്രത്യേക രീതിയിലാണ് മോര് കാച്ചുന്നത്. ഇൻസ്റ്റഗ്രാമിൽ കണ്ട ഒരു വീഡിയോ നോക്കിയിട്ടാട്ടോ. എന്താവും ഏതാവും എന്നൊന്നും അറിയത്തില്ല. നല്ലതാണെങ്കിൽ ഞാൻ പറയാവേ. പിന്നെ നമുക്ക് സാലഡ് ഉണ്ടാക്കണമായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ടുള്ള സബോളയാണ് ഈ പൊളിച്ചെടുക്കുന്നത്. എനിക്ക് സാലഡ് ഭയങ്കര ഇഷ്ടമാണ്. സ്വർണ്ണത്തിന് വില കൂടിയെന്ന് കേട്ടാൽ ഒരു ബുദ്ധിമുട്ട് അങ്ങനെ തോന്നാറില്ല. പക്ഷേ സബോളയ്ക്ക് വില കൂടിയെന്ന് പറയുമ്പോൾ എനിക്ക് എന്തോ ഒരു ബുദ്ധിമുട്ടാണ്. അത്രയ്ക്ക് ഇഷ്ടമാണ് എനിക്ക് ഈ സാധനമേ. പിന്നെ നമ്മൾ പയർ വേവിക്കാനായിട്ട് വെച്ചു. പയർ വെന്ത് വരുമ്പോഴത്തേക്കും തന്നെ തേങ്ങ ചിരകി അതിന് വേണ്ടിയിട്ടുള്ള അരപ്പും റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നേ. പിന്നെ നമ്മൾ പപ്പടം എല്ലാം കാച്ചി. പിന്നെ ഇന്നലെ ഇത്തിരി മീൻകറി വെച്ചത് കൊണ്ട് ബാക്കിയുണ്ടായിരുന്നു, അതൊന്ന് ചൂടാക്കി. അപ്പം നമ്മുടെ സാലഡ് റെഡി ആയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ചോറും മോര് കാച്ചിയതും മീൻകറിയും പയർ തോരനും സാലഡും പപ്പടമൊക്കെ കൂടി കഴിച്ചു കേട്ടോ. മോര് കാച്ചിയത് അടിപൊളിയാണേ.